അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. ഒരുപാട് ആളുകൾ ആ വീഡിയോ, ആ പോസ്റ്റൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട്, ഉസ്താദെ, ഇതൊക്കെ ഒരുപാട് ഉസ്താദന്മാർ ഈ വിഷയത്തെക്കുറിച്ച് എതിർക്കാറുണ്ട്. പക്ഷേ വെള്ളത്തലപ്പാവ് ധരിച്ച് നല്ല കമീസും വെള്ള വസ്ത്രവുമൊക്കെ ഇട്ട് പിന്നെ എന്താണ് ചില ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് മക്കൾ. എൻ്റെ പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഉസ്താദന്മാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വെള്ള വസ്ത്രം, വെള്ളയെ എത്രത്തോളം എടുത്ത് കാണിക്കുന്നുണ്ടോ അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കാഴ്ചപ്പാടും എല്ലാം അത് നല്ലവണ്ണം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പരിശുദ്ധ ദീനിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഒന്ന് രണ്ട് റീൽസുകളൊക്കെ പുറത്തിങ്ങനെ കാണാനിടയായി. നല്ല വിവാഹത്തിൻ്റെ നല്ലൊരു വീഡിയോ. പക്ഷേ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ നാടന്മാരായ നമ്മുടെ ചെറുപ്പക്കാർ, സാധാരണക്കാരായ ചെറുപ്പക്കാർ നമുക്കിത് അയച്ചു തന്നിട്ട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സ്തംഭിച്ചു പോവാണ്. ഇന്ന് വിവാഹം നടക്കുമ്പോൾ പല രൂപത്തിലാണ് അതിൽ സിനിമാ പാട്ടുകളൊക്കെ ചേർത്തിട്ട് പല രൂപത്തിൽ നമ്മുടെയൊക്കെ സാധാരണക്കാരായ ചെറുപ്പക്കാരികളുടെയൊക്കെ വിവാഹത്തിന് പല രൂപങ്ങളിൽ കൈയൊക്കെ പിടിച്ച് കറക്കി പല വീഡിയോസുകളും മറ്റൊക്കെ എടുത്ത് ആ രൂപത്തിലായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം അതിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ഈ ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇടുമ്പോൾ, സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോകളൊക്കെ പെട്ടെന്ന് എത്തും. ആളുകളിലേക്ക് ഇത് കാണപ്പെടും. പക്ഷേ അതൊക്കെ ചർച്ചയാകാറില്ല. പക്ഷേ ഒരു ഉസ്താദ് കാണിച്ചാൽ, വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ കാണിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ചർച്ചയാകും. കാരണം അതിന് രണ്ട് വശങ്ങളുണ്ടായിരിക്കും. ആ വശങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നവരാണ് ആലിമീങ്ങൾ, ഉസ്താദന്മാരെന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഈ തലപ്പാവും നമ്മുടെ വസ്ത്രവും നമ്മുടെ തൊപ്പിയും നമ്മുടെ ചിന്തകളൊക്കെ ആകുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്കുണ്ട്. അവരെന്തായിരിക്കും? നമുക്കൊരു ദൗത്യമുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, ഉസ്താദന്മാരെന്നാണ്. അംബിയാക്കൾക്കൊരു ദൗത്യം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അവർ പരിശുദ്ധ ദീനിനെ പ്രചരിപ്പിക്കലായിരുന്നു. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത് എന്നും ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങളത് ചെയ്യട്ടോ എന്നും പരിചയപ്പെടുത്തുന്ന ജോലിയായിരുന്നു അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കൂടെ എല്ലാ പ്രവാചക ശൃംഖല അവസാനിച്ചു. ഇനി ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരാണ്. ദീന് പറയുന്നതും പ്രവർത്തിക്കുന്നതും അതിനനുസരിച്ച് നിൽക്കുന്നതുമൊക്കെ അല്ലാഹു തആല നമുക്കൊക്കെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഒരു വീഡിയോ കണ്ടു. ഒരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ കല്യാണമാണ്, സ്റ്റേജിൽ നിൽക്കുന്നു. പെണ്ണിങ്ങനെ പല രൂപത്തിലായിട്ട് ആക്ഷനൊക്കെ കാണിച്ചിട്ട് ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. പിന്നെ പല സ്ഥലങ്ങളിലെ കറക്കലും, കൈ പിടിച്ച് കറക്കലും, അങ്ങനെ പല രൂപത്തിലുള്ള ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ കാണാനിടയായി. സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്തിൻ്റെ അവസാന സമയത്ത് കിടക്കുമ്പോൾ തൻ്റെ അടുത്ത് വന്ന ഒരു മഹദിയോട് പറയുന്നുണ്ട്, എൻ്റെ മയ്യത്ത് ഖബറടക്കുന്നത് രാത്രി ആയിരിക്കണമെന്ന്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ശരീരം കഫം പുടയിനെ മുറുക്കി പൊതിയുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും വെളിയിൽ കാണും അല്ലേ. സാധാരണ അന്നത്തെ കാലത്ത് പലക പോലെയുള്ള ഒരു നീണ്ട സാധനം ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയായിരുന്നു മയ്യത്ത് കട്ടില്. പിന്നീടാണ് അന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സങ്കടം പറഞ്ഞപ്പോൾ ആ വന്ന മഹദി, ഞാൻ ഇന്നാലിനൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ അവിടെ ഒരു മയ്യത്ത് കട്ടിൽ കണ്ടിട്ടുണ്ട്. അതിന് 4 ഭാഗത്ത് ഇങ്ങനെ മറകളായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന പോലെ 4 ഭാഗത്തും ഇങ്ങനെ പൊന്തി അതിൻ്റെ ഉള്ളിൽ കിടത്തിയാൽ നമുക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണൂല. ഇപ്പം പിന്നെ മുകളും കൂടെ മറച്ച രൂപത്തിലാണല്ലോ മയ്യത്ത് കട്ടിലുള്ളത് അല്ലേ. അങ്ങനെ ഒരു മയ്യത്ത് കട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആ മഹദി അവിടുന്ന് ഓർമ്മപ്പെടുത്തേണ്ടായി. ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ അത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അതുപോലത്തെ ഒരു മയ്യത്ത് കട്ടിലിലാണ് പിന്നീട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ കൊണ്ടുപോകുന്നത്. അതും രാത്രി സമയത്ത്. അത് മഹദിയുടെ വാക്കായിരുന്നു. മഹദി അത് പറഞ്ഞത് എൻ്റെ ശരീരം മറ്റുള്ളവർ കാണും. ആ ഒരു കഫംപുട ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കുന്ന സമയത്ത് മുറുക്കി പൊതിയുമ്പോൾ ആ വടിവ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എത്രത്തോളം എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ കാണൂലേ, അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സങ്കടത്തോടു കൂടി പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വസ്ത്രരീതിയും നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികളൊക്കെ, നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ പറയുന്നത് എന്താണ്, കേൾക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇരു ലോകവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പല രൂപത്തിൽ പല ഭാവങ്ങളിലായിട്ട് ജനങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, നന്മയും തിന്മയും ഒക്കെ. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് നന്മയ്ക്കും പറ്റും തിന്മയ്ക്കും പറ്റും. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ന് വഴിപിഴച്ചു പോകുന്നത്, കുട്ടികളൊക്കെ വഴിപിഴച്ചു പോകുന്നത് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിയത് കൊണ്ടാണ്. പല ആളുകളും അതിലൂടെ പല രൂപത്തിലായിട്ട് നമ്മുടെ മക്കളൊക്കെ വശീകരിക്കാനും അവർക്ക് അവരുടെ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാനുമൊക്കെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഇതിലൊക്കെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ആലിമീങ്ങളായ ആളുകൾ നമുക്കൊരു ദൗത്യം ഉണ്ടല്ലോ, ആ ദൗത്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുക. സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു റീച്ച് കിട്ടാൻ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നാലാളുകൾ അത് അങ്ങനെ ചെയ്താൽ നല്ലത് പറയും എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും പലതും ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു വെള്ള വസ്ത്രത്തെ ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ മണിയറയിൽ ചെയ്യുന്ന, കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി, ഒരു മൂല്യർ തന്നെ ഒരു ഫോട്ടോ കാണാനിടയായി. നമുക്ക് കാണുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്ന രീതിയിൽ തൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിച്ചിട്ടുള്ള പല ഫോട്ടോകളൊക്കെ പബ്ലിക്കായിട്ട് അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ എത്രത്തോളമാണ് നമ്മളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, സ്നേഹിക്കുന്നത്. പക്ഷേ അത് ചില ആളുകളെ കൊണ്ട് ആ സ്നേഹവും ബന്ധവും ഒക്കെ ഇല്ലാതെയാകുന്നു. ഇന്ന് വളർന്നു വരുന്ന തലമുറകൾ, ചെറിയ നമ്മുടെയൊക്കെ മക്കളുണ്ട്, 20, 21, 19 വയസ്സുള്ള നമ്മുടെ കുട്ടികൾ. ഒരുപാട് എനിക്കൊക്കെ അങ്ങനത്തെ ആ ഒരു ഏജിലുള്ള ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഓരോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ അയച്ചു തരും, ഉസ്താദേ ഇത് കണ്ടോ, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അയച്ചു തരുമ്പോൾ അവർക്ക് മുമ്പിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും, എന്താ നമ്മൾ ചെയ്യുക എന്നുള്ളതിൽ നമ്മളൊക്കെ ഖേദിക്കുകയാണ്. എന്താ പറയുക എന്നുള്ളതിൽ നമ്മൾ ഖേദിക്കുകയാണ്. മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ദൗത്യമുണ്ട്, ആ ദൗത്യത്തിൽ വേണം നമ്മൾ നിൽക്കാൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചും കാണിച്ചും തന്നിട്ടുണ്ട്. അല്ലാഹു തആല നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും നിൽക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഭാര്യയും നമ്മുടെ വിവാഹ ജീവിതവും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചാൽ ഇതുപോലുള്ള പേക്കൂത്തുകളൊന്നും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയില്ല. വ്യക്തമായിട്ട് പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ വെള്ള വസ്ത്രം ധരിച്ചിട്ട് പോലും അതിലൊരു വേണ്ട രൂപത്തിലുള്ള ബഹുമാനമോ കാര്യങ്ങളോ കൊടുക്കാതെ ഇങ്ങനെയുള്ള ചില പ്രവണതകൾ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിൽ നമ്മുടെ ഈ ഒരു വെള്ള വസ്ത്രത്തെ, തലപ്പാവിനെ, ഇതിനെ നമ്മൾ പറയിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.